ഈ സമൂഹം നിരന്തരം നമ്മുടെ സാമർത്ഥ്യത്തെ ചവിട്ടി മെതിക്കുകയായിരുന്നു. നമ്മുടെ ശക്തിയെ ആരും ബഹുമാനിച്ചില്ല, നമ്മുടെ സ്വപ്നങ്ങളെയും ആരും അംഗീകരിച്ചില്ല. സദാസമയവും നമ്മെ സൂതപുത്രൻ എന്ന് വിളിച്ച് അപമാനിച്ചുകൊണ്ടിരുന്നു. ഈശ്വരൻ നമുക്ക് നൽകുന്ന സാമർത്ഥ്യങ്ങളിൽ നമുക്ക് അധികാരമുണ്ട് വാസുദേവ. എന്നാൽ ഈ സമൂഹത്തിന് ഒരു വ്യക്തിക്ക് ലഭിച്ച അധികാരങ്ങളെ നിഷേധിക്കേണ്ട ആവശ്യകത എന്താണ്? നിശ്ചയമായും അതൊരു അപരാധം തന്നെയായിരുന്നു രാധേയ. ജാതിമത വർണ്ണ ഭേദം കാണിക്കുക, ഇത്തരം മിഥ്യായ ഭേദഭാവങ്ങളിലൂടെ ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു വിഭാഗത്തെയോ അധികാരത്തിൽ നിന്നും അവസരത്തിൽ നിന്നും സമ്പത്തിൽ നിന്നും ആദരവിൽ നിന്നും ബഹിഷ്കരിക്കുക എന്നത് മനുഷ്യത്വത്തിന് വിരുദ്ധം തന്നെയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ദോഷം എന്താണ് വാസുദേവ? നമ്മുടെ മനസ്സിൽ അസംതൃപ്തി ജന്മമെടുത്തിട്ടുണ്ടെങ്കിൽ, നാം മത്സരിച്ചിരുന്നുവെങ്കിൽ, കൂടാതെ നാം ബലപ്രയോഗത്തിലൂടെ നമ്മുടെ അധികാരങ്ങൾ പ്രാപ്തമാക്കുവാൻ പ്രയത്നം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിലെന്ത് ദോഷമാണുള്ളത് വാസുദേവ?